ഇപ്പോൾ തന്ത്രം പ്രയോഗിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സാധ്യമല്ല. ശേഷം അല്ലാഹു പറഞ്ഞു, എങ്കിൽ ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ. തഖ്വയോട് കൂടി ജീവിച്ച മനുഷ്യർ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ വലിയ വലിയ തണലുകളിലും അരുവികളിലുമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി ലശജറ, സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്. ഒരു വൃക്ഷം യസീറു റാകിബു ഫീ ളില്ലിഹി മിഅത ആം. ഒരു സഞ്ചാരി അതിൻ്റെ തണലിലൂടെ 100 വർഷം സഞ്ചരിക്കും. ലാ യഖ്തൗഹ, അപ്പോഴും ആ വൃക്ഷത്തിൻ്റെ തണല് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ്. 100 വർഷം സഞ്ചരിച്ചിട്ട് ആ വൃക്ഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇഖ്റഊ ഇൻ ശിഅ്തും, അതിന് തെളിവായിട്ട് ഖുർആനിൽ നിന്ന് ഓതിക്കോളൂ. വളില്ലിം മംദൂദ്, നീണ്ട് വിശാലമാക്കപ്പെട്ട തണലുകൾ ആ സ്വർഗ്ഗലോകത്തിലുണ്ടാകും. അപ്പോൾ നരകത്തിൻ്റെ തണലാണോ സ്വർഗത്തിൻ്റെ തണലാണോ നമുക്ക് വേണ്ടത്? മഹ്ശറിൽ അർശിൻ്റെ തണലാണോ, അതല്ല സൂര്യൻ്റെ കത്തിയാളുന്ന സൂര്യൻ്റെ തണലാണോ വേണ്ടത്?